الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وإذ قالت أمة منهم لم تعظون قوما الله مهلكهم أو معذبهم عذابا شديدا قالوا معذرة إلى ربكم ولعلهم يتقون يا أيها الناس أوصيكم وإياي أولا بتقوى الله സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ പടച്ച റബ്ബിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ച് പകർത്തി റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടിയ ഒരു ജീവിതം നയിക്കണമെന്ന് സ്വയം മറക്കാതെ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് മുത്തഖീങ്ങളായ മുവഹിദുകളായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരുപാട് ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, ബാധ്യതകൾ നമ്മെ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കടമകളിൽ ഒരു കടമയാണ്, ഒരു ബാധ്യതയാണ് അൽ അംറു ബിൽ മഅറൂഫ് വ നഹി അനിൽ മുൻകർ എന്നുള്ളത്. അഥവാ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത്. അത് ഏതുപോലെ
നമസ്കാരം പോലെ, സക്കാത്ത് പോലെ, ഹജ്ജ് പോലെ, നോമ്പ് പോലെ ഇതേ രൂപത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട കടമകളാണ്, ബാധ്യതകളാണ്. പലപ്പോഴും അതിനെ സംബന്ധിച്ച് അധിക ആളുകളും വേണ്ടത്ര ഗൗരവത്തോടുകൂടി ആ വിഷയത്തെ കുറിച്ച്, ആ ഉത്തരവാദിത്തത്തെ കുറിച്ച് ആലോചിക്കാറില്ല. പരിശുദ്ധ ഖുർആനിൽ നാം പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരങ്ങളെയും ആരാധന കർമ്മങ്ങളെയും ഒക്കെ എടുത്ത് പറഞ്ഞെടുത്ത് അതിനോട് കൂടെയാണ് അല്ലാഹു തആല എണ്ണിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മളോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പനയുണ്ട്. വിശ്വാസികൾ ആരാണ് എന്ന് പറഞ്ഞിട്ട്, വിശ്വാസിനികൾ ആരാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് കാണാം വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത്. വൽ മുഅ്മിനൂന വിശ്വാസികളും, വൽ മുഅ്മിനാത്ത് വിശ്വാസിനികളും. ബഅ്ളുഹും ഔലിയാഉ ബഅ്ദ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിത്രങ്ങളാകുന്നു. അവർ മിത്രങ്ങളാകാൻ, മുഅ്മിനുകളാകാൻ അവർക്കുണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങൾ. യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കും, സദാചാരം കൊണ്ട് അവർ കൽപ്പിക്കും. വയൻഹൗന അനിൽ മുൻകർ, തിന്മയെ അവർ വിരോധിക്കും, വിലക്കും. എന്നിട്ടല്ല പറയാ, ഇതേ ബാധ്യതകൾ ചെയ്യുന്ന ആളുകൾ വയുഖീമൂന സ്വലാത്ത, നമസ്കാരം നിലനിർത്തുന്നവരാ. അപ്പൊ അവർ നമസ്കാരം നിലനിർത്തുകയും വയൂതൂന സക്കാത്ത, സക്കാത്ത് കൊടുക്കുകയും, അതേ പ്രകാരം ഒന്നാമതല്ല പറഞ്ഞു യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുന്നവരാണവർ, തിന്മ വിരോധിക്കുന്നവരാണവർ. എന്നിട്ട് വയുഖീമൂന സ്വലാത്ത വയൂതൂന സക്കാത്ത, നമസ്കാരം നിർവഹിക്കുന്നവരും സക്കാത്ത് കൊടുക്കുന്നവരുമാണവർ. വയുതിഊന അല്ലാഹ വറസൂൽ, അവർ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന ആളുകളാണ്. ഖുർആനിൽ എന്തു പറഞ്ഞോ, ഹദീസിൽ എന്തു പറഞ്ഞോ അതവർ അനുസരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന പുണ്യം ഉലൈക സയർഹമുഹുമുല്ലാഹ്, അല്ലാഹു അവരെ റഹ്മത്ത് അവർക്ക് നൽകും, അല്ലാഹ് അവരെ കരുണ ചൊരിയും. എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവിന്റെ റഹ്മത്ത്, കാരുണ്യം ലഭിക്കേണ്ട ആളുകളാണ്. അല്ലാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ നമ്മൾ മുകളിലേക്ക് വലിക്കുന്ന ശ്വാസം അത് നമുക്ക് താഴോട്ട് അയക്കാൻ കഴിയില്ല. നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനം, നമ്മുടെ ശരീരത്തിന്റെ ഓരോ കാര്യങ്ങളും അല്ലാഹുവിന്റെ റഹ്മത്തില്ല എങ്കിൽ നമുക്കിവിടെ ജീവിക്കാനേ പറ്റില്ല. പടച്ചതമ്പുരാന്റെ റഹ്മത്ത് കൊണ്ട ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ ബാലൻസ് തെറ്റാതെ അല്ലാഹു തആല ഈ ഭൂമിയെ ഖറാറാക്കി നമുക്ക് പറ്റുന്ന രൂപത്തിലേക്ക് അല്ലാഹു സംവിധാനിച്ചു. ഓരോന്നും മുകളിൽ നിന്ന് വരുന്ന ആ പടച്ചതമ്പുരാൻ, മുകളിൽ നിന്ന് വരുന്ന എല്ലാ വയലറ്റ് അൾട്രാ രശ്മികളെയൊക്കെ ശരീരത്തിലേക്ക് സൂര്യനിൽ നിന്ന് പതിക്കുന്നത് നമ്മളിൽ ഏൽക്കാതിരിക്കാൻ വജഅൽനാ ഫൗഖകും സഖഫൻ മഹ്ഫൂള, ഓസോൺ പാളി എന്ന് സയൻസിൽ പറയും. ഖുർആൻ അതിന് പറഞ്ഞത് സംരക്ഷണ കവചം എന്നാണ്. ഇതൊക്കെ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അപ്പോ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ നമസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, അതുപോലെ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അത് നമ്മുടെ ഭാഗമാണ്. അവർ അസീസുൻ ഹകീം, അല്ലാഹു തആല ശക്തിമാനാണ്, യുക്തിമാനാണ് എന്നാണ്. അതേ രൂപത്തിൽ തന്നെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ലുഖ്മാൻ എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ മകനെ ഉപദേശിക്കുന്ന കൂട്ടത്തിൽ കൊടുത്ത ഉപദേശത്തിൽ അവിടെ പറഞ്ഞിട്ടുള്ളത് നമസ്കാരത്തോടുകൂടി എണ്ണിപ്പറഞ്ഞ ഒരു കർമ്മമാണ് ഇത് കാണാൻ കഴിയും. മകനെ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുക. യാ ബുനയ്യ അഖിമിസ്സലാഹ, മോനെ നമസ്കാരം നിലനിർത്തണേ. വഅ്മുർ ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണേ, നല്ലത് കാണുമ്പം ആളുകളോട് പറയണം. വൻഹാനിൽ മുൻകർ, തിന്മ കാണുമ്പോ അത് പാടില്ല, അരുത് എന്ന് പറയണം. അപ്പൊ നമസ്കരിക്കാൻ പറഞ്ഞു, നന്മ കൽപ്പിക്കാൻ പറഞ്ഞു, തിന്മ വിരോധിക്കാൻ പറഞ്ഞു. ഇതൊക്കെ ചെയ്യുമ്പം എന്ത് വേണം എന്നും കൽപ്പിക്കുക കുട്ടിയോട്. വസ്ബിർ അലാ മാ സ്വാബക്,
നീ നന്മ കൽപ്പിക്കുമ്പോൾ തിന്മ വിരോധിക്കുമ്പോ ആളുകളോട് ഇത് പറയുമ്പോ നിനക്ക് ക്ഷമ വേണം. അവരിൽ നിന്ന് പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരും, അവരിൽ നിന്ന് മർദ്ദനങ്ങൾ ഉണ്ടാകും, അവരിൽ നിന്ന് കുത്തുവാക്കുകൾ ഉണ്ടാകും, അവർ നിന്നെ വല്ലാതെ വേദനിപ്പിക്കും, ഒക്കെ ഉണ്ടാകും മോനെ. ശിർക്ക് ചെയ്യരുതെന്ന് പറയുമ്പം, ബിദ്അത്തുകൾ പ്രവർത്തിക്കരുതെന്ന് പറയുമ്പം, അള്ളാഹിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പം, ലഹരി ഉപയോഗിക്കരുതെന്ന് പറയുമ്പം, കള്ള് കുടിക്കരുത് എന്ന് പറയുമ്പം, പലിശ വാങ്ങരുത് എന്ന് പറയുമ്പം, അന്യായങ്ങളും അഴിമതികളും കൊലപാതകങ്ങളും വേണ്ടാവൃത്തികളും ലൈംഗിക അരാജകത്വങ്ങളും അത് പാടില്ല, അരുതേ എന്ന് പറയുമ്പോ, സകല തിന്മകളും വിരോധിക്കുമ്പോ അവരിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാകും. വസ്ബിർ അലാ മാ അസാബക്, ക്ഷമിക്കണം, സഹിക്കണം. ഇന്നദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് ദൃഢമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അപ്പൊ ഇവിടെയും നമുക്ക് നമസ്കാരത്തോടൊപ്പം ആരാധന കർമ്മങ്ങളോടൊപ്പം പടച്ച തമ്പുരാൻ എണ്ണിപ്പറഞ്ഞത് കാണുവാൻ സാധിക്കും. അപ്പൊ വിശ്വാസികളുടെ വിശ്വാസത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. ഇനിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരിക ആരാണെന്ന് വിശ്വാസികൾ എന്ന്. അള്ളാഹു തആല അള്ളാന്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറയാം ആരാണ് വിശ്വാസികൾ. മൻ റഅ മിൻകും മുൻകറ, തിന്മകൾ കാണുമ്പോൾ, എന്തെങ്കിലും തിന്മകൾ ഹറാമായത് അല്ലെങ്കിൽ വെറുക്കപ്പെട്ട മുൻഖറാത്തുകൾ എന്ത് നമ്മുടെ കണ്ണിൽ പെട്ടാൽ, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, നമ്മുടെ കാതിൽ കേട്ടാൽ, കണ്ണിൽ കണ്ടാൽ, ഫൽയുഅയ്യിർ ബിയദിഹി, കൈ കൊണ്ടത് തടയണം, കൈ കൊണ്ടത് മാറ്റിയെടുക്കണം. ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി, കൈകൊണ്ട് തടയാൻ പാടില്ല, കഴിയുന്നില്ല, അരുതേ എന്ന് പറയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കൈകൊണ്ട് എഴുതാൻ, അല്ലെങ്കിൽ കൈകൊണ്ടെന്ന് സെൻഡാക്കാൻ, കൈകൊണ്ട് അതിനെതിരെ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ലേ, ഫഇല്ലം യസ്തതി ഫബിലിസാൻ, നാവ് കൊണ്ട് പറയണം. നാവ് കൊണ്ട് അത് സ്നേഹബുദ്ധിയെ പറഞ്ഞു കൊടുക്കണം. അവരോട് അവരുടെ ഗുണകാംക്ഷി എന്ന നിലക്ക് നമ്മൾ വിളിച്ചുകൊണ്ട് പറയണം. കൈകൊണ്ടാകുന്നില്ലേ, നാവ് കൊണ്ട് പറയുക. നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ, അത് നമ്മൾ വിചാരിച്ച പോലെ നാവ് കൊണ്ട് പറയാൻ വലിയ പണ്ഡിതനോ ആലിമോ ഒന്നും ആവണ്ട. അല്ലാന്റെ ഹബീബ് പറഞ്ഞ ബല്ലിഉ അന്നി വലൗ ബി ആയ, ഒരായത്താണോ നിങ്ങൾ പഠിച്ചത്? അല്ലാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യരുത്, പ്രാർത്ഥിക്കരുത് എന്നതൊരായത്താണോ നിങ്ങൾ പഠിച്ചത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹു നിന്നെ മാത്രം ആരാധിക്കും, നിന്നോട് മാത്രം സഹായം തേടുന്നു, ഒരായത്താ പഠിച്ച, അത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് നാവ് കൊണ്ട് പറഞ്ഞു കൊടുക്കുക. ഫഇല്ലം യസ്തതി ഫബിഖൽബിഹി, നാവ് കൊണ്ടും പറയാൻ പറ്റുന്ന സാഹചര്യമല്ല, കഴിയുന്നില്ല എങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും അതിനോടൊരു വെറുപ്പ് പ്രകടിപ്പിക്കണം. എന്നിട്ട് പറയാ വദാലിക അദ്അഫുൽ ഈമാൻ, അതാണ് ഈമാനിന്റെ ഏറ്റവും ചെറിയ ദുർബലമായ ഒരു ഈമാൻ ഉണ്ട് എന്നുള്ള അടയാളം. വേറെ ഹദീസിൽ കാണാം അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് ഈമാനില്ല എന്നാ പറഞ്ഞത്. മുഅ്മിനുകളായി ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളിൽപ്പെടുന്ന കടമയാണ് വിശ്വാസികളെ നാം മനസ്സിലാക്കേണ്ടത്. ഇത് വിശ്വാസികളായ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് നമ്മളിൽ ഉണ്ടായിത്തീരണം. ഇതുകൊണ്ടാണ് ഇത്ര ഗൗരവത്തോടുകൂടി അള്ളാഹുവും റസൂലും ഈ കാര്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്രകാരം തന്നെ ഈ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ള ഏർപ്പാട് ഇതെന്തിനു വേണ്ടിയാണ് നമ്മൾ നിർവഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ്. പരലോകത്ത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാ. ഈ ലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷകൾ ഇറങ്ങുമ്പം ആ ശിക്ഷയിൽ നിന്ന് പടച്ച തമ്പുരാന്റെ കാവൽ നമുക്ക് ലഭിക്കണോ എങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മൾ ഏർപ്പെടണം. അതിന് ഉദാഹരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് പറഞ്ഞു തന്നു, മനസ്സിലാക്കി തന്നു. എപ്രകാരം? അള്ളാന്റെ ഹബീബ് പറയാം, മസലുൽ ഖായിമി അലാ ഹുദൂദില്ലാഹ് വൽ വാഖി ഫീഹാ കമസലി ഖൗമിൻ ഇസ്തഹമു അലാ സഫീന ഫഅസ്വാബഹും ബഅ്ദുഹും അഅലാഹാ വബഅ്ദുഹും അസ്ഫലഹാ فكان الذي في أسفلها إذا استقوا من الماء مروا على من فوقهم فقالوا. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാന്റെ നിയമങ്ങളെ അതിർത്തികളെയൊക്കെ ലംഘിക്കുന്ന ആളുകള്
അത് കാണുമ്പോൾ അള്ളാന്റെ നിയമാതിർത്തികളെ പാലിക്കുന്ന ആളുടെ ഉപമ എന്ന് പറയുന്നത് ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്നവരെ പോലെയാണ്. ഒരു കപ്പലിലെ മുകളിലെ തട്ടിലും താഴെത്തട്ടിലും യാത്ര ചെയ്യുകയാ. താഴെ തട്ടിലുള്ള ആളുകൾക്ക് വെള്ളം എടുക്കണമെങ്കിൽ അവർ മുകളിലെ തട്ടിൽ വരണം. എന്നിട്ട് അവിടുന്ന് വെള്ളം എടുത്തുകൊണ്ടാണ് അവർക്ക് കുടിക്കാൻ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ വന്നപ്പോ അവരെന്ത് ചെയ്തു? ലൗ അന്ന ഖറഖനാ ഫീ നസ്വീബിനാ ഖറഖ വലം നുഅദി മിമ്മൻ ഫൗഖനാ. നമുക്കൊരു കാര്യം ചെയ്യാം. കപ്പൽ അടിയിലാണല്ലോ, വെള്ളത്തിലൂടെയാണല്ലോ പോകുന്നത്. ഈ കപ്പലിന്റെ താഴെ നമുക്കൊരു ദ്വാരമുണ്ടാക്കാം. വെള്ളം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കടലിൽ നിന്ന് ലഭിക്കുമല്ലോ. എന്തിനാ നമ്മൾ മുകളിൽ പോയി അവരെ ബുദ്ധിമുട്ടാക്കുന്നത്? ഇതൊരു വിഭാഗം ആളുകൾ പറയുമ്പോ അവർ വിട്ടേക്കുകയാണെങ്കിൽ കപ്പലുള്ള മറ്റാളുകൾ ഈ കപ്പലിന് ദ്വാരം തുറക്കുന്നത് നമ്മൾ പറയേണ്ടതില്ല, നമ്മൾ മിണ്ടേണ്ടതില്ല. അവരെന്തോ ചെയ്തോട്ടെ എന്ന് പറയുകയാണെങ്കിൽ വമാ അറാദു, അങ്ങനെയാണ് അവർ ഉദ്ദേശിച്ചവർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു വിടുകയാണെങ്കിൽ ഹലകൂ ജമിആ, എല്ലാവരും ആ കപ്പൽ ഒന്നടങ്കം കടലിൽ മുങ്ങി മരിക്കും പോലെ നശിക്കും പോലെ. തീർച്ചയായും ഈ സമൂഹം ഒന്നടങ്കം തിന്മകൾ കാണുമ്പോൾ അതിനെതിരെ നമ്മൾ പറയേണ്ടതില്ല, പ്രതികരിക്കേണ്ടതില്ല, പ്രബോധനം ചെയ്യേണ്ടതില്ല, പ്രതിഷേധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് കൈകട്ടി നോക്കി നിൽക്കുകയാണെങ്കിൽ ഇതേ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് റസൂല് പറയാ ഇൻ അഖദു അലാ ഐദീഹിം നജൗ, ഈ മനുഷ്യരുടെ ഈ കപ്പലിന് ദോരമുണ്ടാക്കുന്നവരുടെ കരങ്ങള് പിടിച്ചു കെട്ടിയാൽ, പിടിച്ചു വെച്ചാൽ അവരും രക്ഷപ്പെടും. വനജൗ ജമീഅ, എല്ലാവരും രക്ഷപ്പെടും. ഇതാ ഖുർആൻ പറഞ്ഞത്, വത്തഖൂ ഫിത്ന ലാ തുസീബന്നല്ലദീന വളമൂ മിൻകും ഖാസ്സ. നിങ്ങൾ ഫിത്നയെ, കുഴപ്പങ്ങളെ, പരീക്ഷണങ്ങളെ, തിന്മകളെ സൂക്ഷിക്കണേ. അത് ചെയ്ത ആളുകളെ മാത്രമല്ല അത് പിടികൂടുക, അതെല്ലാവരെയും പിടികൂടും. അല്ലേ? ഖുദ്സിയായ ഒരു ഹദീസിന്റെ ആശയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഒരു നാട്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നാട് നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല മലക്കുകളെ പറഞ്ഞയക്കുക. മലക്കുകൾ ആ നാട്ടിൽ പോയിട്ട് കണ്ട കാഴ്ചകൾ അവർ പറയുന്നുണ്ട്. അവർ പറയാ, അല്ലാഹുവേ, നിന്നെ ആരാധിക്കുന്ന ചില മനുഷ്യന്മാർ അവിടെ ഉണ്ട്. പിന്നെ എങ്ങനെയാ ആ നാട് നശിപ്പിക്കുക? അവർ ഞങ്ങൾ ചില ദിക്റും ദുആയിലുമാണ്. അങ്ങനെയുള്ള ആളുകളുണ്ട്. മഹാഭൂരിമാഷ ആളുകൾ വൃത്തികേടില്ല, പക്ഷെ കുറച്ച് നല്ല ആളുകൾ അവിടെ ഉണ്ട്. അല്ലാഹു തആല പറയാ, ആദ്യം അവനെ നശിപ്പിക്കണം. മലക്കുകളെ ചോദിച്ച്, എന്താ പടച്ചോനെ അങ്ങനെ നശിപ്പിക്കാൻ കാരണം? അവനെ ഈ തിന്മകളൊന്നും കണ്ടിട്ട് അതിനെതിരെ പ്രതികരിക്കാതെ കണ്ണടച്ച് കാതടച്ച് നിൽക്കുകയാ. അവൻ ദുആയിലും ദിക്റിലും ആരാധനയും ഒഴുകുകയാ. അവൻ ഇതേപോലെ ഇബാദത്ത് പോലെ ചെയ്യേണ്ട കാര്യമുണ്ട്. ആ തിന്മകളെ പ്രതിരോധിക്കുക, അതിനെതിരെ പ്രതികരിക്കുക. തിന്മകൾ ചെയ്യാൻ പാടില്ല എന്ന് വിലക്കുക, വിരോധിക്കുക. അതവൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് അവന് ശിക്ഷ കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്രമാത്രം വാസ്തവം അല്ലേ? നമ്മൾ ആലോചിച്ചു. ഇത് തന്നെയാണ് സൂറത്ത് അഅറാഫിൽ കാണാം, ബനൂ ഇസ്രായേലിൽ നടന്നൊരു സംഭവം. ബനൂ ഇസ്രായേലിൽ സബത്ത് നാളിൽ ശനിയാഴ്ചകളിൽ മത്സ്യം പിടിക്കരുത് എന്നൊരു കൽപ്പന. അവർക്ക് വിശേഷിച്ച ദിവസമായിരുന്നു, നമുക്ക് വെള്ളിയാഴ്ച ഉള്ളതുപോലെ. അവരെന്ത് ചെയ്തു? മീൻ പിടിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാ, മീനിനെയൊക്കെ തടഞ്ഞു, വരുന്ന മീനിനെയൊക്കെ തടഞ്ഞു വെക്കാം, പിടിക്കണ്ടല്ലോ. അതിന് ബണ്ട് കെട്ടി ഇങ്ങനെ തടഞ്ഞു നിർത്താം. ഇത് കണ്ടപ്പോ വിശ്വാസികളായ കുറെ ആളുകൾ അവരോട് പറഞ്ഞു, ഇത് ചെയ്യാൻ പാടില്ല. നിങ്ങളെ വിശേഷമായ ആരാധന ദിവസം ആരാധന കർമ്മങ്ങൾക്ക് പോകണം. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇത് പിടിക്കാനും പാടില്ല, തടഞ്ഞു വെക്കാനും പാടില്ല. അപ്പൊ ഞമ്മക്കുണ്ടല്ലോ ചില കാര്യത്തിലൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. വലത്തെ കൈ കൊണ്ട് കുടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? ഇടത്തെ കൈ സപ്പോർട്ട് ചെയ്തിട്ട് വലത്തെ കൈ കൊണ്ട് കുടിക്കും. അല്ലേ? അപ്പൊ എന്താ, അതേ ഒരു പരീക്ഷയിലൊരു ചെയ്താ മീൻ പിടിക്കാൻ പാടില്ല എന്നാ, മീൻ പിടിക്കുന്ന അങ്ങനെ ആവും വേണ്ട. എന്നാ എന്ത് ചെയ്യാ? അതിങ്ങനെ തടഞ്ഞു വെക്കാം, മീനേടി പോകില്ലല്ലോ. അപ്പൊ കുറച്ച് ആളുകൾ പറഞ്ഞു എന്ത്, നിങ്ങളിത് പിടിക്കാൻ പാടില്ല, അരുത്. ഇത് പറഞ്ഞപ്പോ കുറച്ചാളുകൾ അവരോട് പറയാ, അവർ നിസ്കരിക്കുന്നവരാ, ആരാധന കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നവരാ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമിലുള്ള എല്ലാം നിർവഹിക്കുന്ന ആളുകളാണ്. അവർ പറയും, നിങ്ങൾ എന്തിനാ അതൊക്കെ പറയാൻ പോകും? നിങ്ങൾക്ക് മിണ്ടാന്നൂടെ? നിങ്ങൾ പറയും തോറും ഇവിടെ ജാറങ്ങളും മക്ബറകളും ഉറൂസുകളും അതേ രൂപത്തിൽ തന്നെ സ്വലാത്ത് തട്ടിപ്പുകളും വാർഷികങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ ചൂഷണങ്ങളും എല്ലാവിധത്തിലുള്ള ഇതും വർദ്ധിച്ചു കൊണ്ടിരിക്കല്ലാതെ കുറയുന്നുണ്ടോ എന്ന് പറയും പോലെ അവരോട് പറഞ്ഞു, നിങ്ങളിത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കാലത്ത് ഉമ്മത്തും മിൻഹും ലിമ തഅ്ലൂന ഖൗമാ,
നിങ്ങൾ എന്തിനാണ് ഇവരോട് വഅദ് പറയുന്നത്? അതിനെതിരെ എന്തിനാ ശബ്ദിക്കുന്നത്? അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും, അല്ലാഹു തആല അവരെ നശിപ്പിക്കും, അല്ലാഹു തആല അവരെ ശിക്ഷിക്കും. അല്ല കാണുന്ന, അല്ല കേൾക്കുന്ന, അല്ല പിടികോടും, അല്ല കൊടുത്തോളും. നിങ്ങൾ എന്തിനാ പറയാൻ പോകുന്നത്? അല്ല അവരെ മുഅദ്ദിബുഹും അദാബൻ ശദീദ, ശക്തമായ വേദനയുടെ ശിക്ഷ അല്ലാഹു തആല അവർക്ക് കൊടുത്തോളും. അപ്പോ വിശ്വാസികളായ ആളുകളില്ലേ ഈ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക, അവര് പറഞ്ഞ മറുപടി നമുക്ക് പറയാൻ കഴിയോ? അവർ പറഞ്ഞ മറുപടി ഖാലു മഅ്ദിറതൻ ഇലാ റബ്ബിക്കും, ഞങ്ങൾക്ക് ഞങ്ങൾ റബ്ബിനോട് മറുപടി പറയണം. ഈ തിന്മ കണ്ടിട്ട് ഇതിനെതിരെ എന്തുകൊണ്ട് നീ പ്രതികരിച്ചില്ല? നിന്റെ കുടുംബത്തിൽ, ഞാനൊരു ഉദാഹരണം പറയാം, നമ്മുടെ കുടുംബത്തിൽ ഉറുക്കും മേലസും കിട്ടിയ ആളുകൾ ജാറങ്ങളിലേക്കും ഏർവാടിയിലേക്കും അജ്മീറിലേക്കും ഉള്ളാളത്തേക്കും മുത്തുപേട്ടയിലേക്കും ഒക്കെ പോകുന്ന ആളുകൾ നമ്മളെ കുടുംബത്തിൽ ഉണ്ടായിട്ട് അവരോട് മിണ്ടാതെ നമ്മൾ തൗഹീദ് മനസ്സിലാക്കി, നമ്മൾ എന്താ ശിർക്ക് പഠിച്ചു, സുന്നത്ത് പഠിച്ചു, ബിദഅത്ത് എന്താ പഠിച്ചു, ഏതാ ശിർക്ക് ബിദഅത്ത് നമുക്കറിയാം, എന്നിട്ട് നമ്മൾ അവരോടൊന്നും പറയാതെ നിൽക്കുകയാണെങ്കിൽ അല്ലാഹ് നമ്മളോട് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? നേരെ മറിച്ച് ഞാൻ പറഞ്ഞാ ഓല് കേട്ടിട്ടില്ല, അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോ ഇല്ലേ? ഇവര് ബനീ ഇസ്രായേൽ ഇവർ പറ ഞങ്ങൾ അവരോട് മീൻ പിടിക്കരുതെന്ന് പറയാൻ കാരണം എന്താ? വേറെ ആളുകൾ നിങ്ങൾ എന്തിനാ പറയുന്നത് ചോദിച്ചപ്പം ഖാലു മഅ്ദിറതൻ ഇലാ റബ്ബിക്കും, റബ്ബിനോട് ഞങ്ങൾക്ക് ഉദ്ർ പറയണം. കാരണം പടച്ചോനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വലഅല്ലഹും യത്തഖൂൻ, അവർ ഭക്തിയുള്ളവരായി ജീവിച്ചേക്കാം, അതിനുവേണ്ടി ഞങ്ങൾ അവരോട് പറയാ എന്നവർക്ക് മറുപടി കൊടുക്കാം. നമുക്ക് പറയാൻ കഴിയുമോ അങ്ങനെ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയോ, മദീനയിൽ ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ അള്ളാഹിന്റെ ഹബീബ് കണ്ണിൽ നിന്ന് കണ്ണീര് ധാരയാഴ് ഒഴിക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരികയാ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയേ അതൊരു ജൂതനല്ലേ, നമ്മുടെ ശത്രുവല്ലേ? ജൂതന്മാര് കാലാകാലം ഇസ്ലാമിന്റെ ശത്രുക്കളായി വർത്തിക്കുന്നവരാ. അപ്പൊ എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു, ഞാൻ അള്ളാഹിന്റെ റസൂലായിട്ട് ഇവിടെ ജീവിച്ചിട്ട് ഇസ്ലാമിന്റെ സന്ദേശം എന്താണെന്ന് അറിയാതെയാണ് ആ മനുഷ്യൻ മരിച്ചു പോകുന്നതെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എന്ത് മറുപടി പറയും? ഇതാണ് വിശ്വാസികളെ നമ്മുടെ മനസ്സിനാലട്ടേണ്ടത്, അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ മീറാജ് നോമ്പ് നോറ്റു, നമ്മൾ ആലോചിച്ച് നോക്കൂ. പല പുരുഷന്മാരും തൗഹീദും സുന്നത്തും ഉൾക്കൊണ്ടവരാ. അവർ സുന്നത്തായ നോമ്പുകൾ ഏതാന്ന് പഠിച്ചവരാ. തിങ്കൾ, വ്യാഴം, അതുപോലെ 13, 14 എന്ന് തുടങ്ങുന്ന നോമ്പ്, 15 എന്ന അയ്യാമിൽ ബീദിന്റെ സുന്നത്തായ നോമ്പുകൾ, മുഹറത്തിലെ നോമ്പ് 9, 10, അതുപോലെ അറഫ നോമ്പ്, അതുപോലെ ശവ്വാലിലെ നോമ്പ്, സുന്നത്തായ എല്ലാ നോമ്പുകളും അറിയുന്നവരാ. എന്നിട്ട് പലപ്പോഴും പല വീടുകളുടെയും പല ഭാര്യമാരും പല കുട്ടികളും സലഫിയാദ് തൗഹീദ് മനസ്സിലാക്കിയവരുടെ വീടുകളിൽ മിഹ്റാജ് നോമ്പെടുത്ത് പല മദർസകളിലും വരുന്ന കുട്ടികൾ. എന്താ നമ്മളിത് പറഞ്ഞു? പറയാനുള്ള കടമ നമുക്കുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം. നമ്മൾ ആലോചിക്കുക, തൗഹീദ് ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗത്തിന്റെ ഒരു സംഘടനയുടെ ഹജ്ജ് ക്ലാസ്സിലേക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് നടന്നൊരു സംഭവം ഒരു പണ്ഡിതൻ പങ്കുവെച്ചത് ആലോചിക്കുക. അദ്ദേഹം പറയാ, അവിടെ ഹജ്ജ് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഒരു ഉറുക്ക് അവിടെ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. അത് ആരുതാന്ന് ചോദിച്ചിട്ട് മറുപടി അവിടെ പങ്കെടുത്ത ആളുകൾ മാത്രം. അപ്പൊ എന്താ, അവര് തൗഹീദ് അവർക്ക് എത്തേണ്ട രൂപത്തിൽ അവരോട് പറഞ്ഞിട്ടില്ല, എത്തിച്ചു കൊടുത്തില്ല. ദുനിയാവിന്റെ ഒരു കാര്യമാണെങ്കിലോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഭക്ഷണം കഴിച്ചാൽ നമ്മൾ പറയും മറ്റേ ഇന്ന നല്ല ടേസ്റ്റ് ഉള്ള, നിങ്ങൾ യാത്ര പോകുമ്പോൾ ഇന്ന ഹോട്ടലിൽ കയറിക്കൊള്ളില്ല, അവിടെ നല്ല ഭക്ഷണം ഫുഡ് കിട്ടും, ഇല്ലേ? അത് നമ്മൾ പറയില്ല. എന്നാൽ ഈ തൗഹീദിന്റെ മാധുര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് എത്ര ആളുകൾക്ക് പങ്കുവെച്ചു കൊടുത്തു? അല്ലെങ്കിൽ നമ്മളെ ഒരു അപകടം അറിയുകയാണെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വലിയ വിഷജന്തുവോ ഒരു സർപ്പമോ അല്ല അഗാധ ഗർത്തമോ എന്റെ അപകടകരമായ ഒരു ലൈനാണ് പൊട്ടിക്കിടക്കുന്നുണ്ട്, വീണ് കിടക്കുന്നുണ്ട്, നമ്മൾ അറിഞ്ഞാൽ വരുന്നവരോടൊക്കെ കൈ നീട്ടി പറയില്ലേ? നമ്മുടെ മുമ്പിൽ ബൈക്കിന്റെ സ്റ്റാൻഡ് തട്ടാതെ ഒരു മനുഷ്യൻ പോകുന്നത് കണ്ടാൽ ഓടി അവന്റെ മുന്നിലെത്തി പറയില്ലേ? നമ്മൾ പറയും. എങ്കിൽ ജാരങ്ങളിലും മക്ബറകളിലും അല്ലാഹുവിലേക്ക് ദുആ ചെയ്ത് പ്രാർത്ഥിച്ചു പോകുന്ന ആളുകളെ കണ്ടാൽ നമുക്ക് പറയാനുള്ള മനസ്സ് വരുന്നില്ലെങ്കിൽ അള്ളാന്റെ മുമ്പിൽ നമ്മൾ എന്ത് പറയും? ഖാലു മഅ്ദിറതൻ ഇലാ റബ്ബിക്കും എന്ന് പറയാൻ കഴിയോ എന്ന് നെഞ്ചത്ത് കൈവച്ച് നമ്മളോടൊന്ന് ചോദിക്കുക. ഇതെന്താ, ഇതൊക്കെ പറഞ്ഞിട്ടില്ലേ അള്ളാന്റെ ശിക്ഷ വരുമ്പോഴേ ബനൂ ഇസ്രായേൽ എന്ത് സംഭവിച്ചു? ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, ഈ പ്രവർത്തിക്കുന്ന ഈ മത്സ്യം പിടിക്കുന്ന ആള് വെള്ളിയാഴ്ച ശനിയാഴ്ച ദിവസം പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പിടിക്കുന്ന ആളുകളെ അത് മറ്റുള്ള ആളുകൾ പറഞ്ഞിട്ട് കേട്ടില്ല, അവർ പ്രവർത്തിച്ചു. അപ്പൊ അള്ളാന്റെ ശിക്ഷ ഇറങ്ങിയപ്പം അള്ളാഹു രക്ഷപ്പെടുത്തിയത് ആരെയാന്നറിയാ? അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂ,
തിന്മ വിരോധിച്ച ആളുകളെ അതിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി. അള്ളാഹിന്റെ രക്ഷ ഇഹലോകത്തും പരലോകത്തും ലഭിക്കണോ? നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ആ തിന്മ പ്രവർത്തിച്ച ആളുകളല്ല ശിക്ഷ കൊണ്ട് പിടികൂടി ശിക്ഷിച്ചു, കുരങ്ങുകളാക്കി അവരെ. അവർ ചെയ്ത ബിമാകാനു യഫ്സുഖൂൻ, തമ്മാടിത്തം കാരണം. നമ്മളത് ആലോചിച്ചു നോക്കും. മറ്റ് വിഭാഗം അതിൽ പെട്ട് എല്ലാ കർമ്മങ്ങളൊക്കെ ചെയ്ത് തിന്മകൾ പ്രവർത്തിച്ച് അവർ നിസ്കരിച്ചു, എല്ലാ ഇബാദത്തുകളും ചെയ്ത്, പക്ഷെ നന്മ കൽപ്പിച്ചില്ല, തിന്മ വിരോധിച്ചില്ല, അവരും പെട്ടു. ഇതിനെതിരെ പ്രവർത്തിച്ച ആളുകൾ രക്ഷപ്പെട്ടു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ ഈമാനിന് വേണ്ടിയാണ്. ഇത് കണ്ടിട്ട് നമ്മൾ ശബ്ദിക്കാതിരുന്നാൽ, പറയാതിരുന്നാൽ, നമ്മളോട് കഴിയുന്ന രൂപത്തിൽ പ്രവർത്തിക്കാതിരുന്നാൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, അള്ളാഹുവിന്റെ ലഅനത്ത് നമുക്കുണ്ടാകും. അതിനെന്താ തെളിവ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വ്യക്തമായി പറയാ, ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയമ ദാലിക ബിമാ അസൗ വകാനൂ യഹ്തദൂൻ. ഒരു വിഭാഗം നിഷേധികളായ ആളുകള്, ബനീ ഇസ്രായേലിലെ വിഭാഗം ആളുകള്, അലാ ലിസാനി ദാവൂദ, ദാവൂദ് നബിയുടെ നാവിലൂടെ, വഈസാ ഇബ്നു മറിയം, ഈസാ അലൈഹിസ്സലാമിന്റെ നാവിലൂടെ അവരെ ശപിക്കപ്പെട്ടിരിക്കുകയാണ്. ദാലിക ബിമാ അസൗ വകാനൂ യഹ്തദൂൻ. അവര് ധിക്കാരം പ്രവർത്തിച്ചു, അതിരുവിട്ട് പ്രവർത്തിച്ചു. പിന്നെ അവർക്കുള്ള ശിക്ഷ വരാനുള്ള കാരണം എന്താ? വകാനൂ ലാ യതനാഹൗന അനിൽ മുൻകർ, വകാനൂ അവർ ലാ യതനാഹൗന തിന്മകൾ വിരോധിക്കാറില്ല, മുൻകരിൻ ഫഅലു തിന്മകൾ ചെയ്യുന്നത് കാണുമ്പം, അത് പ്രവർത്തിക്കുന്നത് കാണുമ്പം അത് വിരോധിക്കാറില്ല, പാടില്ല എന്ന് പറയാറില്ല. ലബിസ മാ കാനൂ യഫഅലൂൻ, എത്ര മോശമായ കാര്യമാണ് അവർ ചെയ്തത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ ചിന്തിച്ചു നോക്ക് പ്രിയമുള്ളവരെ, വിശ്വാസികളെ, നമ്മളത് ചിന്തിക്കേണ്ട കാര്യങ്ങൾ. അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞാരു ഗൗരവത്തില്, ഇന്നന്നാസ ഇദാ റഅൗ ളാലിമ, അക്രമം ചെയ്യുന്ന ആളുകളെ കണ്ടിട്ട് ജനങ്ങൾ ഫലം യൗഖുദു അലാ യദൈഹി, അക്രമിയുടെ കൈ പിടിച്ചില്ലെങ്കിൽ, ഔശക യഉമ്മുഹുമുല്ലാഹു ബിഇഖാ, അല്ലാഹ് ശിക്ഷ എല്ലാവർക്കും കൊടുക്കും, എല്ലാവർക്കും അല്ലാഹ് ശിക്ഷ കൊടുക്കും. നമ്മൾ ആ കപ്പലിന്റെ ഉദാഹരണം പറഞ്ഞ പോലെ. ഒന്നും കൂടി പറയാ, അള്ളാന്റെ ശിക്ഷ ഇറങ്ങിയിട്ടേ അള്ളഹാനോട് ആ ദുരന്തം നീക്കി തരാൻ വേണ്ടി ദുആ ചെയ്താൽ പോലും ദുആ സ്വീകരിക്കൂല. വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ കൈ, എന്റെ ആത്മാവാരുടെ കയ്യിലാണോ, ലതഅമുറന്ന ബിൽ മഅറൂഫ്, നന്മ നിങ്ങൾ കൽപ്പിക്കണേ, വതൻഹൗന അനിൽ മുൻകരി, തിന്മ നിങ്ങൾ വിരോധിക്കുക തന്നെ വേണേ, ഔ ലയൂശികന്നല്ലാഹു അയ്യബഅസ അലൈക്കും ഇഖാബൻ മിൻഹു, അല്ലാഹു അവന്റെ ഭാഗത്ത് നിന്ന് ശിക്ഷ നിങ്ങളുടെ മേൽ അയക്കും. ആ ശിക്ഷ അയച്ചിട്ട് നിങ്ങൾ അതിൽ വേദനയും യാതനയും പ്രയാസവും ഒക്കെ അനുഭവിക്കുമ്പോ, അല്ലാഹുവേ ഇതൊന്ന് നീക്കി തരണേ അല്ലാ എന്ന് ദുആ ചെയ്യുമ്പോ, സുമ്മ തദഊനഹു, നിങ്ങൾ അവനോട് ദുആ ചെയ്യുമ്പോ, ഫലാ യുസ്തജാബു ലക്കും, നിങ്ങൾ ആ പ്രാർത്ഥനക്ക് പോലും ഉത്തരം കിട്ടുകയില്ല. അല്ലേ? എന്തെല്ലാം തോന്നിവാസങ്ങൾ, കല്യാണങ്ങളിലൊക്കെ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ നമ്മൾ അല്ലേ എന്തെല്ലാം കാണുന്നു. ഇതിനെതിരെ ശബ്ദിക്കാൻ മഹല്ലുകളില്ല, മഹല്ല് ജമാഅത്തുകളില്ല. അതിനെതിരെ പറയാൻ ഒരാൾ പോലും കൈ ഉയർത്താൻ, വിരലുയർത്താൻ ആളുകളില്ല. എല്ലാ തിന്മകളും നിർബാധം അത് നടമാടിക്കൊണ്ടിരിക്കുകയാ. വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹ് നമ്മളെ വിടൂല. കാരണം എന്താരോ, അല്ലാഹ് നമ്മളെ ഖൈറു ഉമ്മത്തായി തെരഞ്ഞെടുത്ത, വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു സമുദായം ഉണ്ടാകണം. ആ സമുദായത്തിന്റെ പ്രത്യേകത എന്താ? അല്ലാഹു തആല ഖൈറു ഉമ്മത്താക്കിയത്. വൽതകും മിൻകും ഉമ്മ, ഒരു സമുദായം, യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് വിളിക്കണം. വയഅ്മുറൂന ബിൽ മഅറൂഫ്, തിന്മ പാടില്ല എന്നവർ അവരോട് നന്മ കൽപ്പിക്കണം. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഉലൈക മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇത് നമ്മൾ നിർവഹിക്കേണ്ട ഡ്യൂട്ടിയാ. ഇത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ശിക്ഷ നമുക്ക് ലഭിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിൽ അല്ലാഹു പറയുക, യാ അയ്യുഹല്ലദീന ആമനു, ആരെ വിളിക്കുന്നത്? വിശ്വാസികൾ. എന്താ പറയുന്നത്? മാലക്കും, നിങ്ങൾക്ക് എന്ത് പറ്റി? ഇദാ ഖീല ലക്കും, നിങ്ങളോട് പറയപ്പെട്ട, ഇൻഫിറു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒന്ന് ഇറങ്ങൂ. ഒരു തൗഹീദിന്റെ ക്യാമ്പയിൻ ഉണ്ട്, ഒരു തൗഹീദിന്റെ ദഅവത്തുണ്ട്, അല്ലെങ്കിൽ സുന്നത്തിന്റെ ദഅവത്തുണ്ട്, ഇസ്ലാമികമായിട്ടുള്ള ഒരു കാര്യങ്ങളുടെ ഒരു പ്രബോധന പ്രവർത്തനങ്ങളുണ്ട്. നിങ്ങൾ അതിലേക്കൊന്ന് ഇറങ്ങൂ, ഒന്ന് പ്രവർത്തിക്കാൻ വരൂ ഞങ്ങളുടെ കൂടെ എന്ന് കുറച്ച് ആളുകൾ വിളിച്ചാൽ, എനിക്ക് കല്യാണം,
എനിക്ക് പരികൂടല്ല, എനിക്ക് മറ്റു വിഷയ, അതൊക്കെ ദുനിയാവിന്റെ കാര്യം. അല്ല പറയുന്ന നോക്കളെ, ഭൂമിയിലേക്ക് ചേർന്നൊട്ടി നിൽക്കുകയാണോ? ദുനിയാവിന്റെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ആ പ്രവർത്തനത്തിന് ഇറങ്ങാതെ ഇരിക്കുകയാണോ? നിങ്ങൾ ഇഹലോകം കൊണ്ട് തൃപ്തിപ്പെടുകയാണോ? പരലോകം വേണ്ടേ? പരലോകത്തെക്കാളും ഇഹലോകമാണോ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ പരലോകത്തിന് വേണ്ടി നിങ്ങൾ എന്താ ഒന്നും ചെയ്യാത്തത്? പരലോകത്തെ അപേക്ഷിച്ച് ഇഹലോകം വളരെ തുച്ഛമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഒരു വാക്ക്, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങുന്നില്ലെങ്കിൽ പടച്ച തമ്പുരാൻ പിടിച്ച് നിങ്ങളെ വേദനയെ ശിക്ഷിക്കും. തീർച്ചയാ അല്ലാഹു വേറൊരു ജനവിഭാഗത്തെ കൊണ്ടുവരും. അല്ലാഹുവിന്റെ ദഅവത്ത് നിർവഹിക്കാൻ പറ്റിയ സമൂഹത്തെ അല്ലാഹു കൊണ്ടുവരും. അവരുടെ ഗുണവിശേഷങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് സൂറത്ത് മാഇദയിൽ പറയുന്നുണ്ട്. അവർ ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും പരിഹാസകന്റെ പരിഹാസവും ഒന്നും പേടിക്കുകയില്ല. അവർ അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരും ഭയപ്പെടില്ല. അള്ളാഹിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ, എന്നിട്ട് പല തളുറൂഷി, അള്ളാഹ്ക്കൊന്നും വരാൻ പോകുന്നില്ല, നിങ്ങൾക്കാണ് ആപത്ത് വരിക. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അപ്പൊ വിശ്വാസികളെ, നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ പ്രവർത്തിക്കുക, ഇറങ്ങുക, അതിനു വേണ്ടി പണിയെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹദാനാ ലിഹാദാ വമാ കുന്നാ നഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ് യാ അയ്യുഹന്നാസ് ഊസികും വസ്സാനി ബിതഖ്വ. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ച തമ്പുരാന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചും പകർത്തിയും റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയോട് കൂടിയ ഒരു ജീവിതം നയിക്കണമെന്ന് സ്വയം മറക്കാതെ എല്ലാവരും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാം പറഞ്ഞു വരുന്ന വിഷയം, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചാലേ നമ്മൾ വിശ്വാസികളാവും. അത് നമസ്കാരം പോലെ സക്കാത്ത് പോലെ നിർവഹിക്കപ്പെടേണ്ടതാണ്. ഖുർആൻ കൊണ്ട് സുന്നത്ത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയവരാണ്. അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ, ആ തിന്മകൾ കാണും പ്രതികരിച്ചിട്ടില്ലെങ്കിൽ, പ്രതികരിക്കാത്ത ആളുകൾക്ക് ശിക്ഷകൾ വരുമെന്ന് ബനൂ ഇസ്രായേലിന്റെ ചരിത്രം തൊട്ട് നമ്മൾ മനസ്സിലാക്കിയവരാണ്. പരിശുദ്ധ റസൂലുള്ളാഹിന്റെ ഹദീസിലൂടെ മനസ്സിലാക്കിയ ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇരിക്കുന്ന ആളുകളും പ്രവർത്തിക്കുന്ന ആളുകളും പ്രവർത്തിക്കാത്ത ആളുകൾ. നമ്മൾ ചില നാട്ടിലെ ചില മഹലിലൊക്കെ പോയാൽ കുറച്ച് ആളുകൾ അള്ളാഹിന്റെ ദീനിന്റെ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കുറച്ചാൾ, അവർ തന്നെ എല്ലാത്തിനും ഉണ്ടാവും. വേറെ ആളുകളൊക്കെ കാഴ്ചക്കാരായി ഇങ്ങനെ നോക്കി നിൽക്കും പോലെ. അവർക്ക് ഇതൊന്നും വേണ്ട, അവർ ഇതിക്കൊന്നും, ഞങ്ങൾ ഇതിന്റെ ആൾക്കാരെന്ത് പറയേണ്ട ആളുകൾ, അത് അവർ കുറച്ച് ആൾക്കാർ. അങ്ങനെയല്ല വേണ്ടത്. നമ്മളറിയുക, എല്ലാവരുടെയും സാമൂഹ്യ ബാധ്യതയാണിത്. നോക്കുങ്ങള്, ഖുർആനിൽ അല്ലാഹ് പറയുന്ന സൂറത്ത് നിസായിലെ 95 ആയത്തൊന്ന് നോക്കൂ. ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്ന്, വിശ്വാസികളിൽ നിന്ന് ഇരിക്കുന്ന ആളുകൾ ഒന്നിനും പ്രവർത്തിക്കാനാവില്ല, അവർ ചടഞ്ഞുകൂടിയിരിക്കുക. ഗൈറു ഉലിൽ ലറർ, അവർക്ക് രോഗമോ മാരകമായ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയോ ഒന്നും ഇല്ലാതെയാണ് അവർ ഇരിക്കുന്നത്. വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകൾ, അള്ളാഹിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന മുജാഹിദുകൾ. വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ്, എങ്ങനെയൊക്കെ പ്രവർത്തിക്കുക? ബി അംവാലിഹിം, അവരുടെ ധനം കൊടുത്തുകൊണ്ട്, വ അൻഫുസിഹിം, അവരുടെ ശരീരം കൊണ്ട്. അള്ളാഹിന്റെ മാർഗത്തിൽ ഒരു പ്രബോധന പ്രവർത്തനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ എല്ലാ എ തൊട്ട് സെഡ് വരെ അത് പ്രചരിപ്പിക്കാൻ, അതിന്റെ ചുവരെഴുത്തുകൾക്ക്, അതിന്റെ പോസ്റ്റർ ഒട്ടിക്കാൻ, അതിലേക്ക് ആളുകളെ പോയി ക്ഷണിക്കാൻ, സ്കോഡ്, എല്ലാ കാര്യങ്ങൾക്കും, ഏത് കാര്യങ്ങളും അതൊക്കെ അവർ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അവരിറങ്ങും. അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ലേ, അള്ളാന്റെ സ്നേഹം കിട്ടുന്ന ആളുകൾ ആരാ? വജബത്ത് മഹബ്ബത്തിൽ മുതഹബീന ഫീഹാ വൽ മുതജാലിസീന ഫീഹാ വൽ മുതബാദിലീന ഫീഹാ വൽ മുതസാവിരീന ഫീഹാ. അല്ലാഹ് പറയാ, അല്ലാഹ് ഖുദ്സി ഹദീസിലൂടെ പറയാ, എന്റെ സ്നേഹം കിട്ടണമെങ്കിൽ എന്റെ മാർഗത്തിൽ അവർ പരസ്പരം കൂടിയിരിക്കുന്ന ആളുകളാ. ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വൽ മുതജാലിസീന ഫീഹാ, എന്റെ ദീനിന്റെ വിഷയത്തിൽ കൂടിയിരിക്കുന്ന ആളുകൾ. വൽ മുതബാദിലീന ഫീഹാ, എന്റെ ദീനിന്റെ വിഷയത്തിൽ പരസ്പരം ചെലവഴിക്കുന്ന ആളുകൾ. വൽ മുതസാവിരീന ഫീഹാ, എന്റെ ദീനിന്റെ വിഷയത്തിൽ അവർ പരസ്പരം സന്ദർശനം നടത്തും, സ്കോഡുകൾ നടത്തും. അങ്ങനെയുള്ള ആളുകൾക്കാണ് അള്ളാഹുവിന്റെ സ്നേഹം.
അങ്ങനെ പ്രവർത്തിക്കുന്ന ആൾ ഖുർആൻ പറയും അംവാലിഹിം അൻഫുസിഹിം ഫല്ലല്ലാഹുൽ മുജാഹിദീന ബി അംവാലിഹിം വഅൻഫുസിഹിം അലൽ ഖായിദീന ദറജ. അള്ളാന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന, ദേഹം കൊണ്ടും ധനം കൊണ്ടും പ്രവർത്തിക്കുന്ന മുജാഹിദുകളെ, ആളുകളെ, ധീരയോദ്ധാക്കളെ അല്ലാഹു തആല ശ്രേഷ്ഠരാക്കി. അലൽ ഖായിദീന ദറജ, ഇരിക്കുന്നവരെക്കാളും ശ്രേഷ്ഠരാക്കി ദറജ. സ്വർഗത്തിലെ 100 പദവികളിൽ ഓരോ പദവികൾ, ദറജകൾ ഉയർത്തിക്കൊടുക്കും അവർക്ക്. അള്ളാഹുവിന്റെ ഈ വാഗ്ദാനം സത്യമാണ്. ഒന്നും കൂടി അല്ലാഹു പറയാ, പ്രവർത്തിക്കുന്ന മുജാഹിദുകളെ അല്ലാഹു തആല ശ്രേഷ്ഠരാക്കി. അലൽ ഖായിദീന അജ്റൻ അലീമ, വലിയ പ്രതിഫലമുണ്ട്. സൂറത്ത് നിസാഇന്റെ 95-ാമത്തെ ആയത്ത്. ഇനി അവർക്ക് ലഭിക്കുന്നത് എന്താ? 96-ൽ ദറജാത്തിൻ മിൻഹു, അല്ലാഹു സ്വർഗ്ഗത്തിലെ പദവികൾ കൊടുക്കും. വമഅഫിറ, അവരെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. വറഹ്മ, അല്ലാഹുവിന്റെ കാരുണ്യം അവർക്ക് എപ്പോഴും ഉണ്ടാകും. വകാന അല്ലാഹു ഗഫൂർ റഹീമ, അല്ലാഹു തആല എല്ലാ പുറത്തു കൊടുക്കുന്നവർക്കാരുടെ ആ വാരിധിയാണ്. ഇത്ര ഗുണങ്ങൾ കിട്ടുന്നതാ. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. സൂറത്ത് സഫിൽ നമ്മളൊക്കെ പരിചയപ്പെട്ട ഖുൽ യാ അയ്യുഹല്ലദീന ആമനു അൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കച്ചവടം ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുക, അല്ലാഹുവിന്റെ റസൂൽ വിശ്വസിക്കുക. വതുജാഹിദുന ഫീ സബീലി ബിഅംവാലികും വഅൻഫുസികും, അല്ലാഹുവിന്റെ മാർഗത്തിൽ ദേഹം കൊണ്ടും ധനം കൊണ്ടും പരമാവധി പരിശ്രമിക്കുക, പണിയെടുക്കുക. ഇങ്ങനെ അല്ലാഹുവിലേക്ക് അല്ലാഹുവിന്റെ ദീനിലേക്ക് വിളിക്കാൻ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക, അല്ലാഹുവിന്റെ തൗഹീദിലേക്ക് ക്ഷണിക്കുക, ഖുർആനിലേക്ക് ക്ഷണിക്കുക. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെ കാണുമ്പം അവരോട് പറയുക, ഉദ്ഉല്ലാഹ്, അല്ലാഹുവിനോട് ദുആ ചെയ്യൂ നിങ്ങൾ. വലാ തദൂ മിൻ ദൂനി, അല്ലാഹുവിന് പുറമെ ഒരാളോട് വിളിച്ച് പ്രാർത്ഥിക്കല്ല എന്ന് പറയാൻ, ക്ഷണിക്കാൻ. വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ ചെയ്യണം ഈ ദഅവത്ത് നടത്തുന്ന ആളുകൾ. വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കണം. മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ ആ ദഅവത്ത് നിർവഹിക്കുന്ന ആളുകളിൽ ഉണ്ടായിരിക്കണം, മാതൃകയായിരിക്കണം. അതാണ് അതഅ്മുറൂന നാസ് ബിൽ ബിർ വതൻസൗന അൻഫുസകും അൻതും തത്ലൂനൽ കിതാബ്. ജനങ്ങളുടെ നന്മകൾ ഇങ്ങനെ കൽപ്പിക്കുന്നു. വതൻസൗന, നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിലൊന്നും ഇല്ലല്ലോ അല്ലേ? വഅൻതും തത്ലൂനൽ കിതാബ്, നിങ്ങൾ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്ന ആളുകളല്ലേ? അങ്ങനെയുള്ള ആളുകൾക്ക് ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, ചെയ്യാത്ത കാര്യം പറയുന്ന ആളുകൾക്ക് ഖബറ മഖ്തൻ ഇൻദ അല്ലാഹ്, അല്ലാഹുവിന്റെ വലിയ ശിക്ഷയുണ്ട്, അല്ലാഹുവിന്റെ കോപമുണ്ട്. ഭയപ്പെടുക, അല്ലാഹുവിന്റെ മാർഗത്തിൽ അറിയും പോലെ, നമ്മളാൽ കഴിയും പോലെ ഇറങ്ങി പ്രവർത്തിക്കുക. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രബോധരായി പ്രവർത്തിക്കാൻ സജ്ജരാവുക. അള്ളാഹിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച ഒരുപാട് പ്രബോധകന്മാർ, സ്വഹാബത്തിന്റെ ചരിത്രമൊക്കെ വല്ലാത്ത അവസ്ഥകളാണ്. അതൊക്കെ നമ്മൾ പഠിക്കണം. ഓരോ ദേഹവും ധനവും ജീവിതം തന്നെ അള്ളാഹിന്റെ മാർഗത്തിൽ ബലിയർപ്പിച്ച ആളുകൾ. അതിന് ഒരുപാട് ഉദാഹരണം. ഒരൊറ്റ ചരിത്രം, ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, ബദറിന്റെ രണാങ്കണത്തിലേക്ക് അള്ളാഹിന്റെ റസൂല് ആളുകളെ സെലക്ട് ചെയ്യുക. ആരൊക്കെ പോരുന്നുണ്ട്, പോരുന്നവരൊക്കെ അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ അവർ പോരാൻ പറ്റിയവരാണോ എന്നിങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഉമൈർ റളിയല്ലാഹു ഇങ്ങനെ മാറിക്കളിക്കുന്നുണ്ട് പ്രവാചകൻ ആളുകളെ തിരയുമ്പോൾ. ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ സഹോദരൻ അബ്ദുല്ലാഹി ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു ആണ് ആളുകളെ പരിശോധിക്കുന്നത്. അപ്പോ ഇതിങ്ങനെ കണ്ടപ്പോ ഉമൈർ തന്റെ സഹോദരൻ ഇങ്ങനെ 16 വയസ്സുള്ള ഈ ഉമൈർ ബിൻ അബീ വഖാസ് മാറിക്കളിക്കുമ്പോൾ, എന്താ ഇങ്ങനെ മാലക്, എന്ത് പറ്റി? അഖാഫു ഐ യറാനി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ എന്നെ കാണുമോ എന്ന് എനിക്ക് ഭയം. വഅന ഉഹിബ്ബു ഖുറൂജ ലിൽ ജിഹാദ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പ്രവർത്തിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ലഅല്ലല്ലാഹു യർസുഖനി ഫി ഷഹാദ, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് അല്ലാഹുവിന്റെ റസൂൽ എന്നെ അനുവദിച്ച് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പ്രവർത്തിച്ചാൽ അല്ലാഹുവിന്റെ അടുക്കൽ ഞാൻ ഷഹീദാകും. അതാണ് ആഗ്രഹം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇയാളെ ശ്രദ്ധയിൽപ്പെട്ടു. നീ പോരേണ്ടതില്ല, നിന്നെ മാറ്റി നിർത്തുകയാണ്. ഈ 16 വയസ്സുള്ള ചെറുപ്പക്കാരൻ പൊട്ടിക്കരയുകയാ പ്രവാചകന്റെ മുമ്പിൽ. ഇതൊരു പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കണം. റസൂൽ സമ്മതിച്ചു. അതിൽ ബദരീങ്ങളുടെ പേരെഴുതി വെച്ചെടുത്ത് ഒന്നാമത്തെ ബദർ ശുഹദാക്കളുടെ പേരിൽ കാണാൻ കഴിയും. ആരെ? ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു, 16 വയസ്സുള്ള ചെറുപ്പക്കാരൻ. നമ്മുടെയൊക്കെ യുവത്വം, നമ്മുടെയൊക്കെ ആരോഗ്യം, നമ്മുടെയൊക്കെ സമ്പത്ത്, നമ്മുടെയൊക്കെ സമയം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് സ്വയം ചോദിക്കുക, വിലയിരുത്തുക. ഇല്ലെങ്കിൽ ഇനിയുള്ള സമയങ്ങളെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകർ നമുക്കറിയാം.
കേരളത്തിലേക്ക് ഇസ്ലാമിന്റെ ദഅവത്ത് കൊണ്ടുവന്ന മാലിക് ദീനാറും ആ സംഘവും അവർ ആളുകളിലേക്ക് ഇസ്ലാം, ഖുർആനും തൗഹീദും ഇസ്ലാമും കൈമാറി. അവരുടെ ജീവിതം കണ്ട് അവർ മാറി. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളറിയാം തൗഹീദിനും സുന്നത്തിനും പ്രവർത്തിക്കുന്ന സംഘടനകൾ. അതിൽ കേരള നവത്തുൽ മുജാഹിദിന്റെ മുൻഗാമികളായ ആളുകൾ സഹിച്ച ത്യാഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒരുപാട് അറിഞ്ഞവരാ, കേട്ടവരാ നിങ്ങൾ അല്ലേ? വീട് ബഹിഷ്കരിച്ച ആളുകൾ, കൊല്ലപ്പെട്ട ആളുകൾ വരെയുണ്ട്, നാട്ടിൽ നാട്ടിപ്പുറത്താക്കിയ ആളുകൾ വരെയുണ്ട് ഈ രംഗത്ത്. നമ്മളറിയാം അതിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മളാൽ കഴിയുന്ന നമ്മൾ പ്രവർത്തിക്കുക. അതേ രൂപത്തിൽ അതിന്റെ അമരസ്ഥാനത്ത് നിൽക്കുന്ന ജനറൽ സെക്രട്ടറി, അള്ളാഹുവിന്റെ വിളിക്കുത്തർ നൽകി അദ്ദേഹം ഇന്നലെ വഫാത്തായി. നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി എം മുഹമ്മദ് മദനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ, ഇതിനു വേണ്ടി പ്രവർത്തിച്ചുള്ള പരിശ്രമങ്ങൾ, ദീനി ദഅവത്ത് രംഗത്ത് നേതൃത്വം കൊടുത്ത് പ്രവർത്തിച്ച അള്ളാഹു അമലു സ്വാലിഹാത്തെ സ്വീകരിക്കുമാറാവട്ടെ. നാളെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗ്ഗലോകത്ത് ചെല്ലും അംബിയായിന്റെ ഔലിയാൻ ശദീഖുള്ള ശ്രോതാക്കൾ കൂടെ അദ്ദേഹത്തെയും നമ്മളെയും അള്ളാഹു സ്വർഗ്ഗത്തിൽ എത്തിച്ചേർക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണ ചെയ്യുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മുടെ സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു മാരകമായ രോഗങ്ങൾ കൊണ്ടും മാരക പരീക്ഷണങ്ങൾ കൊണ്ടും ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ അള്ളാഹ്. ഭീമമായ കടങ്ങൾ കൊണ്ട് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ അള്ളാഹ്. അള്ളാഹു എവിടെ വെച്ച് മരിക്കും ദീനി അനുസരിച്ച് ജീവിച്ച് മരിച്ച് തൗഹീദ് ഉൾക്കൊണ്ട് മരിക്കാൻ സൗഭാഗ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ അള്ളാഹ്. അള്ളാഹുവെ, ഞങ്ങളെ മക്കളെ, ഞങ്ങളെ ഇണകളെ, എല്ലാം ദീനിന്റെ കാര്യങ്ങൾ അനുസരിക്കുന്ന കൺകുളിർമയുള്ള കുടുംബമാക്കി തീർക്കണമേ അള്ളാഹ്. കത്തിജ്വലിക്കുന്ന തീനാളങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ അള്ളാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا وأجر والدينا من النار، توفنا مسلمين والحقنا بالصالحين، آمين برحمتك يا أرحم الراحمين. اللهم صل على محمد